ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് വലിയ ജീരകവും 2-3 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 2-3 ഏലക്കായും കൂടി ഇട്ട് ഇതേപോലെ പൊടിച്ച് വെക്കണം. നന്നായി പൊടിച്ചെടുക്കേണ്ട, അതേപോലെ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മളൊരു കുക്കറിലോട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് മുളക് പൊടി വേണ്ട കേട്ടോ. നമ്മൾ വറുത്തരച്ച് വെക്കുന്നില്ലേ, അപ്പം കുറേ മുളക് പൊടി ഇട്ടാൽ കളറ് ചേഞ്ചായി പോവും. ഒരു 1/2 ടീസ്പൂണേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 1 കിലോ ഇല്ല കേട്ടോ, അതിനകത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി അത് പിന്നെ അവിടുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുക്കുക. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ കാണിക്കുമ്പം വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ലാസ്റ്റ് ടൈമിൽ തക്കാളി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ വഴറ്റിയെടുക്കാം. കുറച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് ആയി വരുന്ന ടൈം കൊണ്ട് നമ്മളെ ബീഫും ഇപ്പുറത്തുനിന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്നാമത് ഇറച്ചി വെന്തിട്ടല്ലേ ഇടുന്നത്. അതുകൊണ്ട് നമ്മളെ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വരണം. അപ്പോൾ നമ്മളെ ബീഫ് വെന്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ഈ സവാളയിൽ നമ്മൾ വഴറ്റിയെടുത്ത സാധനമില്ല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇതെന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ വറുത്തരച്ച് വെക്കലില്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കും വേണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ കറി. ഇതേപോലെ മിക്ക ആൾക്കാരും വെക്കുന്നുണ്ടാവും, വെക്കാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ ചോദിച്ചത്. അതിനുശേഷം നമ്മൾ ഈ വറുത്തരച്ച തേങ്ങയില്ല അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുക. നമ്മൾക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി റെഡിയാക്കാനായിട്ട്. വറുത്തരച്ച ബീഫ് കറി റെഡിയാക്കാനായിട്ടുള്ള ടൈം ഇത്രയേ വേണ്ടൂ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടാവും. നിങ്ങൾക്ക് ആരെങ്കിലും വിരുന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.